നമസ്കാരം. സാധാരണ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നേട്ടമുണ്ടാകുന്ന ഒരു വിഭാഗം പ്രവാസികളാണ്. കഴിഞ്ഞ ദിവസങ്ങളായി ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞത് പ്രവാസി ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ദിർഹത്തിന് 24 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വിനിമയ നിരക്ക്. രൂപയുടെ മൂല്യം ഇടിയുന്നത് പ്രവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കും. എന്നാൽ ഈ നേട്ടം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ പ്രവാസികൾക്ക് കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രൂപയുടെ മൂല്യം ഉയർന്ന സമയത്ത് പണം അയക്കാൻ സാധിക്കാതെ വന്നത് പല പ്രവാസികളെയും നിരാശയിലാക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉയർന്ന വിനിമയ നിരക്ക് മുതലെടുത്ത് ചിലർ കടം വാങ്ങിയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുമെല്ലാം പണം അയച്ചിട്ടുണ്ട്. എന്നാൽ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം കാരണം മറ്റു ചിലർ ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഈ അനുകൂല സാഹചര്യം ഈ മാസം അവസാനം വരെ തുടർന്നാൽ നാട്ടിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് 25% വരെ വർദ്ധിക്കുമെന്നാണ്. മണി ആപ്പുകളിലൂടെ പണം അയക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. രാജ്യാന്തര നിരക്ക് പൂർണ്ണമായും ലഭിക്കുന്നതും സേവന നിരക്കിലെ ഇളവും യഥാസമയം അക്കൗണ്ടിൽ പണം എത്തുന്നതുമെല്ലാം മണി ആപ്പുകളിലേക്ക് ജനങ്ങളെ തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എക്സ്ചേഞ്ചിൽ പോകാതെ ഏത് സമയത്തും മൊബൈൽ ഫോൺ വഴി എവിടെ നിന്നും പണം അയക്കാമെന്നതാണ് ഇതിലെ മറ്റൊരു നേട്ടം. ചില മണി ആപ്പുകൾ ഇടപാടുകൾക്ക് സേവന നിരക്ക് ഈടാക്കുന്നില്ല എന്ന ഗുണവുമുണ്ട്. മറ്റു ചില ആപ്പുകളിൽ 5 മുതൽ 8 ദിർഹം വരെയാണ് സർവീസ് ചാർജായി ഈടാക്കുന്നത്. എന്നാൽ മണി എക്സ്ചേഞ്ചുകളാണെങ്കിൽ 23 ദിർഹം വരെ സേവന നിരക്ക് ഈടാക്കുന്നുണ്ട്. രാജ്യാന്തര നിരക്ക് 24.15 രൂപ ആയെങ്കിലും യുഎയിലെ ചില എക്സ്ചേഞ്ചുകളിൽ ഒരു ദിർഹത്തിന് 24.07 രൂപയാണ് നൽകിയത്. ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് തുടരുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസ ഫീസ് $1 ലക്ഷം ആക്കിയതിലെ അസ്ഥിരതയാണ് വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടത്തിന് പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണികളും ഇടിഞ്ഞ IT കമ്പനികളുടെ ഓഹരി വിലയും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യം സ്വർണത്തിന് തിളക്കം കൂട്ടി. സുസ്ഥിര നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണവില ദിനം പ്രതി റെക്കോർഡ് സൃഷ്ടിക്കുന്നുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം പിൻവലിച്ച് ഡോളറിലേക്കും സ്വർണത്തിലേക്കും മാറ്റുന്ന പ്രവണത ശക്തമായതും രൂപയ്ക്ക് മൂല്യശോഷണത്തിന് ആക്കം കൂട്ടി. ഈ സാമ്പത്തിക വിശകലനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പ്രവാസികൾക്ക് നേട്ടമാകുന്നുണ്ടെങ്കിലും സാങ്കേതികവും നയതന്ത്രപരവുമായ വെല്ലുവിളികൾ ആ നേട്ടം പരിമിതപ്പെടുത്തുന്നു. അമേരിക്കയുടെ നയങ്ങൾ മുതൽ ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ വരെ ഇന്ത്യൻ രൂപയുടെ ഭാവിയെ സ്വാധീനിക്കുന്നുണ്ട്. മണി ആപ്പുകൾ പോലുള്ള പുതിയ സാധ്യതകൾ പ്രവാസികൾക്ക് പണം അയക്കുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ്. നാടിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ് ഓരോ പ്രവാസിയും. വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ, തൊഴിൽപരമായ അരക്ഷിതാവസ്ഥ, ഉയർന്ന ജീവിത ചെലവ് തുടങ്ങി നിരവധി വെല്ലുവിളികൾ പ്രവാസികൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. കുടുംബത്തെയും സ്വന്തം സ്വപ്നങ്ങളെയും പിറകിലാക്കി പ്രവാസി നടത്തുന്ന ഓരോ യാത്രയും, ഒഴുകുന്ന ഓരോ തുള്ളി വിയർപ്പും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നു. ഈ മാറ്റങ്ങൾക്കിടയിലും തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ കഠിനാധ്വാനം തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജം നൽകുന്നത്. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് അവരുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിളക്കമുണ്ടാവുമെന്ന് നമുക്ക് കരുതാം.